that scooter came to this Srilata's house, Mohan Singh's house. Okay, now the time is actually 9:51. Okay, 9:51. ഇങ്ങനെ വന്ന് ഇരിക്കുക. അവരുടെ ഒരു സ്കൂട്ടർ, റെഡ് സ്കൂട്ടി ഇതിൽ വന്നിങ്ങനെ ഇരിപ്പ് തുടങ്ങി. അപ്പം ഇങ്ങനെ ഇരിപ്പ് തുടങ്ങിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? നമ്മളിവിടെയാണ്. ഇവിടെ ഒന്നും ഒരു സ്കൂട്ടറും ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ഒന്നും ഒരു സ്കൂട്ടറൊന്നും ഇല്ല. വെള്ളം അടിച്ചതാണോ അമ്മേ? മോട്ടർ ഓൺ ആക്കിയതായിരുന്നോ? അല്ല, ഇപ്പോഴേ വേണ്ട. തീരുവാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ നനയ്ക്കുന്നേ ഉള്ളൂ. തീരുവാണെങ്കിൽ ഞാൻ പറയാം. ആ, എവിടെ? അപ്പുറം അല്ലയോ? ഇതിനപ്പുറത്തേ അല്ലയോ പോകുന്നത്? ആ, അതിനെന്തോ ഈ വൈകിട്ട് പോമേ, വൈകിട്ട് ഇറങ്ങമ്മേ. ഈ വെയിലത്ത് എന്തിനാ ഇറങ്ങുന്നേ? ഇങ്ങനെ ഭയങ്കര രോഗങ്ങളാണ് ഇങ്ങനെ. നമ്മളിപ്പം ആഹാരം കഴിക്കത്തില്ല, കാരണം ബ്ലോട്ടിംഗ് ഗ്യാസ് അടി നിർത്താനായിട്ട്. ബ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ചങ്ങ് നമ്മൾ ഒരു സ്പൂണ് ആഹാരം കഴിച്ചുള്ളതിലും ബ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ചങ്ങ് വീർപ്പിക്കുമായിരുന്നു ആൾമാറാട്ടം നടത്താൻ. ഇപ്പം നമ്മൾ ഫുഡ് രാത്രിയിലൊന്നും കഴിക്കത്തില്ല, പകലിനി 12 കഴിയാതെ കഴിക്കത്തില്ല. ഘാട്ടായ വേണം, അത് ചായയും കുടിക്കത്തില്ല. വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് നമ്മൾ ഇത് നടക്കും, ഫാസ്റ്റിംഗ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നടത്തുന്ന പോലെ നടത്തും. എന്നും ദിവസവും നല്ലതാണെന്നാണ് പറയുന്നത്, ഏറ്റവും ബെസ്റ്റാണെന്നാണ് പറയുന്നത് ഫാസ്റ്റിംഗ് നടത്തുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കാം, നമുക്ക് എഴുതപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കാതെ ഈ ലോകത്തുനിന്ന് പോകത്തില്ല. ഇവരൊക്കെ എത്ര നോക്കിയാലും ശരി, കുറേ നോക്കുന്നുണ്ട് ഇവർ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹിന്ദിക്കാർ പറയും ഓരോ ധാന്യത്തേലും എഴുതിയിട്ടുണ്ട് ഇതാർക്ക് പോകണം എന്നുള്ളത് ഭഗവാൻ എഴുതിയിട്ടുണ്ട് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അല്ലാതൊന്നും ഇവനൊന്നും വിചാരിക്കുന്നതൊന്നും നടക്കത്തില്ല, മനസ്സിലായില്ലയോ? ഈശ്വരൻ വിചാരിക്കുന്നതേ നടക്കത്തുള്ളൂ. ചുമ്മാ ഇങ്ങനെ വെയിലും കൊണ്ട് നടക്കുക. എൻ്റെ വസ്തു പിടിച്ചു പറിക്കണം, പ്രോപ്പർട്ടി ഇൻഷുറൻസ് കിട്ടണം, ഇങ്ങനെ അങ്ങ് നടക്കുക. പല പല വേലകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. നമ്മളെല്ലാം ഇതിൽ കൂടെ നമ്മൾ PhD എടുക്കുമായിരുന്നു ഒരു 4-5 വർഷം. ഈ ക്രിമിനൽസിൻ്റെ ഈ മോഡസ് ഒപ്രാൻഡി എന്തൊക്കെയാണ് ഇവന്മാർ ചെയ്യുന്നത് എല്ലാത്തിനെക്കുറിച്ച് നല്ല PhD എടുത്ത് വെച്ചിരിക്കുക ഇവന്മാർ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ഫോണും വെച്ചിരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. നിങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കുക. നിങ്ങൾ പോലും അറിയാത്ത പല കഥകളുണ്ട്, പലർക്കും മനസ്സിലാവത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ചുറ്റിനുമുള്ള വീട്ടുകാരെ എല്ലാം ശ്രദ്ധിക്കണം വളരെ ഇതായിട്ട്. ഫിനാൻഷ്യൽ ക്രൈസിസും അല്ലാത്ത പല പല ക്രൈസിസിൻ്റെ കഥകളുണ്ടാക്കി ട്രേഡ് ചെയ്തെന്നും ഇതും ട്രേഡിങ്ങിനൊന്നും ഒരിക്കലും പോവുകയേ ചെയ്യരുത്. എപ്പോഴാണ് താഴോട്ട് പോകുന്നതെന്നും പറയാൻ പറ്റത്തില്ല. എന്നിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നറിഞ്ഞാൽ നിങ്ങളുടേതെല്ലാം നഷ്ടപ്പെട്ടു, ഒറ്റ കുതിപ്പിന് പോവുകയും ചെയ്യും എല്ലാം താഴെ. എന്നിട്ട് നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ വരുത്തി നിങ്ങൾ ആത്മഹത്യ ചെയ്തു, അങ്ങനെ പോയി നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ വരുത്തി നിങ്ങളുടെതെല്ലാം പിടിച്ചു പറിക്കും. ഇങ്ങനെയൊക്കെ പല രീതികളാണ് ഇവന്മാരുള്ളത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ട്രേഡ് പിന്നെന്തൊക്കെയോ നിർമ്മല സീതാറാമിനെ വെച്ചുകൊണ്ട് ഒരു ദിവസം 33 എത്രയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലക്ഷങ്ങൾ ദിവസവും കിട്ടും, ഓരോ ദിവസവും ഇതൊന്നും വിശ്വസിക്കരുത്. എന്നാൽ പിന്നെ എല്ലാവരും ഇതിനകത്ത് അങ്ങ് ചേർന്ന് വെറുതെ വീട്ടിലിരുന്നാൽ മതിയായിരുന്നല്ലോ, അല്ലയോ? അതൊക്കെ ചുമ്മാതാണ്. ഈ ഇങ്ങനെ വലിയൊരു ഇത്രയും വലിയൊരു അതൊക്കെ വെറുതെയാണ്. അത് ഒരിക്കലും അങ്ങനെയൊക്കെയുള്ള ഫ്രോഡായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ ഫ്രോഡുലൻ്റായിട്ടുള്ള കാര്യങ്ങളിൽ പോയി ചാടുകയോ ചെയ്യരുത്, അതിനെ ഒന്ന് ശ്രദ്ധിക്കുകയോ ചെയ്യരുത്, മനസ്സിലായില്ലേ? പതിയെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പതിയെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ചുമ്മാതാണ്, ബാക്കിയുള്ളതെല്ലാം വെറും കള്ളമാണ്. അതുകൊണ്ട് അതിലൊന്നും വിശ്വസിക്കുകയോ ചെയ്യരുത്. വിളിക്കാം. അപ്പം അങ്ങനെയാണ് ഞാൻ പറയുന്നത് കേട്ടല്ലോ. അപ്പം ഇതൊന്നും വിശ്വസിക്കരുത്, അത് വെറും കള്ളത്തരങ്ങളാണ്. ഭയങ്കര കള്ളങ്ങളുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പണം പെരുപ്പിക്കൽ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പിന്നെ ഇവന്മാരുടെ കയ്യിൽ ഫോണും പിടിച്ചാണ്ട് എപ്പോഴും ഇവർ ലേസർ നിങ്ങളുടെ മുഖത്ത് ഭയങ്കരമായിട്ട് കറക്കുന്നുണ്ട്, അങ്ങനെ കണ്ണിന് വേഗം മൂടാപ്പ്, അങ്ങനെയൊക്കെ തല നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പെരുക്കുക. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടാർഗറ്റഡ് പേഴ്സൺ ആണ്. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽവക്കത്തോ ഇരുന്നുകൊണ്ട് ആരോ നിങ്ങൾക്കെതിരെ ഫോൺ പ്രവർത്തിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അച്ചട്ടാണത്.
കറക്റ്റായ കാര്യമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പോലീസിൻ്റെ ഹെൽപ്പ് തേടണം, പോലീസിനോട് പറയണം, പോലീസിനെ വിളിച്ച് പറയണം. കാരണം നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ അതേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇവർ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഫേസ്ബുക്ക് വേണം, സോഷ്യൽ മീഡിയ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. മനസ്സിലായില്ലേ? എന്നെ ഇങ്ങനെ പേര് ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള നമ്മുടെ സെൽഫ് ഡിഫെൻസാണ് ഇതൊക്കെ ചെയ്യണം. സോഷ്യൽ മീഡിയ ചുമ്മാ വായി നോക്കിയിരിക്കാനുള്ളത് മാത്രമൊന്നുമല്ല. അല്ലാതെ പല പല ഗുണകരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഇലക്ട്രോണിക് ഡയറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫേസ്ബുക്ക്. നിങ്ങൾ ഇന്ന് ഡിസംബർ 31, 2025 ഇന്നതൊക്കെ ചെയ്തു, ഇന്നതൊക്കെ സൂക്ഷിച്ച് ഇതൊക്കെ നിങ്ങളുടെ ഫേസ്ബുക്ക് എന്നും കിടക്കും. അതൊന്നും എങ്ങും പോവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങും പോകത്തില്ല നമ്മുടെ ഫേസ്ബുക്കും ഒന്നും. ചുമ്മാ പറയുന്നത്. ആളുകൾക്കൊക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഫേസ്ബുക്കുണ്ട്. നമ്മൾ എന്താ പറയുന്നത്, ഈ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഓരോ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ വന്നിരുന്ന് പറയുന്ന ലാംഗ്വേജും പറയുന്ന കാര്യങ്ങളും കേട്ടാൽ അപ്പോൾ അതിനൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ. എന്തൊരു ചീത്തയായ വേർഡിങ്സും പിന്നെ വേർഡ്സൊക്കെയാണ് ഓരോ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതുപോലെ കോപ്രായങ്ങളും ആക്ഷൻസും ഒക്കെ കാണിച്ചുകൊണ്ട് പറയുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ അതെല്ലാം എൻ്റർടൈൻ ചെയ്യുന്നു. പല രീതിയിലുള്ള കോമാളിത്തരങ്ങൾ. നമ്മളതൊന്നുമല്ല, ഞാൻ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് വന്ന് തിരക്കി നോക്കാം കറക്റ്റാണോ ഈ പറയുന്നതെന്നുള്ളത്. നമുക്ക് 3 ക്യാമറാസ് ഉണ്ട്. ഇവിടെ ഈ ക്യാമറയുടെ മുന്നിലാണ് നമ്മളിരിക്കുന്നത്. ഒരു പേടിയില്ല, അത് അപ്ലോഡ് ചെയ്യാനും ഒരു പേടിയില്ല. ഇവിടെ നടക്കുന്നത് എന്താ പ്രത്യേകിച്ച് എന്താണ് അൺനാച്ചുറലായിട്ടുള്ള ഒന്നും നടക്കുന്നില്ല. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒന്നും ചെയ്യുന്നില്ല, ഇല്ലീഗലായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ എന്താണെന്ന് സംസാരിക്കുന്നതും ഇല്ലീഗലായിട്ടുള്ള സംസാരങ്ങളോ ആരെങ്കിലും നമ്മൾ ഗൂഢമായിട്ട് അവർക്കെതിരെ എന്തെങ്കിലും എന്താ പറയുന്നത് കൊട്ടേഷൻ പോലുള്ള ടൈപ്പുള്ള സംസാരങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ വളരെ നമ്മുടെ കാര്യങ്ങൾ നമ്മളോട് വന്നാൽ പിന്നെ നമ്മൾ പറയും. നമ്മളോട് വന്നാൽ നമ്മളിത് അപ്ലോഡ് ചെയ്യും. ഇവർ ഇന്നത് ചെയ്യുന്നു, ഇന്നതാണ് കാര്യങ്ങളെന്ന് അപ്ലോഡ് ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ.